ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചോദ്യം ചോദിക്കുക, താങ്കൾ ആരാണ്? നമുക്ക് വചനത്തിൽ നിന്ന് ഒന്ന് ചിന്തിച്ചു പോകാം. വചനം വായിച്ചു തുടങ്ങാം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പരിശുദ്ധ ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും മാത്രമേ ആരാധിക്കാവൂ. അർത്ഥം എന്താ? അങ്ങനെ ആരാധിച്ചാലേ ഈ ആരാധന ദൈവസന്നിധിയിലെത്തും. ഇനി അതിൻ്റെ കാരണം എന്താണെന്ന് ദൈവവചനം പറയണം, ബൈബിള് പറയണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം വചനത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സഭാപിതാക്കന്മാർ പറഞ്ഞെന്ന് പറഞ്ഞ് ഒഴിയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഇഷ്ടമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒറിജിനലായിട്ട് ദൈവവചനം എന്തു പറയുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കളോടും പറയട്ടെ, നിങ്ങളോടും പറയട്ടെ, നിങ്ങൾ ഏത് കാര്യം കേട്ടാലും അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ കറക്റ്റാണോ എന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അങ്ങനെ ആരാധിച്ചെങ്കിൽ മാത്രമേ ആരാധന ദൈവസന്നിധിയിൽ എത്തുകയുള്ളൂ. അത് എത്താനുള്ള അതിന് കാരണങ്ങൾ നമുക്ക് ചിന്തിക്കാം. 2 കൊറിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. സത്യവേദ പുസ്തകത്തിൽ അങ്ങനെ വായിക്കുമ്പോൾ NIV ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു എങ്കിലും ഇനിമേൽ അങ്ങനെ ചെയ്യുന്നില്ല. ഒരിക്കൽ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു, പൗലോസ് പറയാ, പക്ഷേ ഇനിമേൽ അങ്ങനെ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം പറയുക, ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം വീക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ പുതിയ ചോദ്യം വന്നു. ജഡപ്രകാരം വീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. താങ്കൾ ആരാണ്? ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഹൂ ആർ യു? താങ്കൾ ആരാണ്? ഇപ്പം നമ്മൾ ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയും, ഞാൻ ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ നേഴ്സാണ്, ഞാൻ കോൺട്രാക്ടറാണ്, ഞാൻ കൃഷിക്കാരനാണ്. പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ ഉത്തരം. ഇത് എൻ്റെ തൊഴിലെന്താണെന്നാ അതിൻ്റെ ചോദ്യം. അതെൻ്റെ തൊഴിൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ പറയും, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ തമിഴനാണ്, ഞാൻ തെലുങ്കനാണ്, ഞാൻ USA-കാരനാണ്, ഞാൻ ഗൾഫുകാരനാണ്, അറബിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും അതിൻ്റെ ഉത്തരവല്ല. അത് താങ്കൾ ഏത് രാജ്യക്കാരനാണ് അല്ലെ ഏത് ഭാഷക്കാരനോ എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം. എന്നാൽ യഥാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ ഇതിൻ്റെ ഉത്തരം പറയാൻ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. ദൈവത്തിന് താങ്കളെ ജഡപ്രകാരം അറിയാൻ താല്പര്യവും ഇല്ല. ദൈവത്തിന് താങ്കളെ ജഡപ്രകാരം അറിയാൻ താല്പര്യവും ഇല്ല. അതുകൊണ്ട് ജഡത്തിലുള്ള കാര്യമല്ല അവൻ പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തിൻ്റെ വായ്ക്കകത്തുനിന്ന് വന്ന കാറ്റ് ആണ് എന്നുള്ളതാണ് സത്യം. ഞാൻ ദൈവത്തിൻ്റെ വായ്ക്കകത്തുനിന്ന് വന്ന കാറ്റാണ്. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഉൽപ്പത്തി 2:7. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മലയാളം ബൈബിള് അങ്ങനെയാണ് എഴുതുന്നത്. മലയാളം ബൈബിളുകൾ മുഴുവൻ അങ്ങനെ എഴുതുന്നത്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന് രൂപം നൽകി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതായത് ഈ ആദ്യത്തെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഊതിയ കാറ്റ് ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യ ശരീരത്തിനകത്തേക്ക് കയറിയപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ ഊതിക്കയറ്റിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി എന്നാണ് സകല മലയാളം ബൈബിളും എഴുതുന്നത്. എന്നാൽ
കിങ് ജെയിംസ് വേർഷൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ ഏതാണ്ട് ഇത് തന്നെ അർത്ഥം. പക്ഷേ ആംപ്ലിഫൈഡിലും മൂലഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കറക്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഊതിക്കയറ്റിയപ്പോൾ അവൻ ജീവാത്മാവായി മാറിയെന്ന. അവൻ ജീവ ആത്മാവായി മാറി, ജീവനുള്ള ആത്മാവായി മാറി. ജീവനുള്ള ദേഹി എന്നല്ല, ജീവാത്മാവായി മാറി. ഈ ജീവാത്മാവായ ഞാൻ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ജീവ ആത്മാവായ ഞാൻ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവം ആദിപിതാവായ ആദത്തിൻ്റെ ഉള്ളിൽ ഊതി കയറ്റിയ ജീവ ആത്മാവാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വാക്യത്തിനകത്ത് ദേഹി എന്ന് എഴുതിയേക്കുന്നെങ്കിൽ അതിൻ്റെ മൂലഭാഷയിൽ അത് ജീവാത്മാവൻ തന്നെ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ജീവാത്മാവിൻ്റെ ആരാധനയാണ് ദൈവത്തിന് ആവശ്യം. എൻ്റെ ജഡത്തിൻ്റെ ആരാധനയല്ല, എൻ്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്ന മാനുഷിക ആലോചനകളുടെ ആരാധനയല്ല. ഒരു വാക്യം വായിക്കാം, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ആ വാക്ക് കാണാം. അതുകൊണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്നിട്ട് പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശാപത്തിൽ നിന്ന്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഒരിക്കൽ കൂടെ വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല, ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. 2 തരം പ്രമാണങ്ങളാണ്. ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണവും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണവും. അത് അവിടെ എല്ലാം പറയുന്ന ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ഇതാണ് ഉൽപ്പത്തിയിൽ ആദി പിതാവിലേക്ക് ഊതിക്കയറ്റിയ ജീവ ആത്മാവ്, അല്ലെങ്കിൽ ആ ജീവാത്മാവിനുള്ള പ്രമാണം. ഇനി എല്ലാ മനുഷ്യ ശരീരത്തിനും ജീവനുണ്ട്, മൃഗങ്ങൾക്കൊക്കെ ഉണ്ട്. എല്ലാ മനുഷ്യ ശരീരത്തിനും ജീവനുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിക്ക് ആ ജീവൻ്റെ കൂടെ ദൈവവുമായി ചേർന്നുള്ള ഒരാത്മ മനുഷ്യനുമുണ്ട്, ആത്മമനുഷ്യനുമുണ്ട്. അതായത് ഈ നമ്മുടെ ആത്മാവ് ചത്ത് കിടന്നാൽ, അതാ ഉൽപ്പത്തി പുസ്തകത്തിൽ പറ്റിയത്. ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യം ഒന്ന് വായിച്ച, ഉൽപ്പത്തി പുസ്തകം 2:16-17. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അതായത് ഈ മനുഷ്യനെ കിഴക്ക് ഏദൻ തോട്ടത്തിൽ ദൈവമാക്കുന്നതിന് മുമ്പ് മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ മണ്ണുകൊണ്ടൊരു രൂപമുണ്ടാക്കി അവൻ്റെ ഉള്ളിലേക്ക് ദൈവമൂതിയപ്പോൾ അവൻ ജീവാത്മാവായി മാറി എന്ന് നമ്മൾ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് ഇപ്പോൾ കണ്ടു. ജീവനുള്ള ദേഹിയായ മലയാളം ബൈബിളിൽ കിടക്കുന്നത്, പക്ഷെ ജീവാത്മാവായി മാറി. ഈ ജീവാത്മാവായ മനുഷ്യനോട് അവൻ ശരീരത്തിൽ വസിക്കുമ്പോൾ അവനെ ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ദൈവം പറഞ്ഞു, തോട്ടത്തിലുള്ള ഏത് വൃക്ഷത്തിൻ്റെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും നിശ്ചയം. പക്ഷേ ഇവർ ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നപ്പോൾ അക്ഷരികമായി മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന പോലെ ഇവർ മരിച്ചില്ല. ഇവർക്ക് എന്നാ മരിച്ചെന്ന് ചോദിച്ചാൽ, ഇവരുടെ അകത്തുള്ള ജീവൻ അവിടെ നിന്നു, പക്ഷേ ആ ജീവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജീവാത്മാവ്, ആ ഒറിജിനൽ ആത്മാവ് മരിച്ചു. ഇവനെ പുറത്താക്കിയപ്പോൾ ആ ഒറിജിനൽ ആത്മാവ് മരിച്ചു. ഈ ഒറിജിനൽ ആത്മാവ് മരിക്കാൻ പ്രേരണ കൊടുത്തത് സാത്താനാണ്. ദൈവം പറഞ്ഞ വാക്കിനകത്ത് വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഒറിജിനൽ ആത്മാവ് മരിച്ചു.
ഇവൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. ഈ മരിച്ചു കിടന്ന ആത്മാവിൽ സാത്താൻ പ്രവർത്തിച്ചു. ആ സാത്താൻ പിന്നീട് വന്ന തലമുറകളിലെല്ലാം ഈ പ്രവർത്തനം നടത്തി. അതുകൊണ്ട് ഒറിജിനലായിട്ട് ഞാൻ ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, താങ്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന കാറ്റാണ് എന്നതാണ് കറക്റ്റ് മറുപടി. കാരണവന്മാർ പറയാറില്ലേ കാറ്റ് പോയെന്ന്. ആ കാറ്റ് എവിടെ നിന്ന് വന്നതാണ്? ഇങ്ങനെ ഒരു അർത്ഥം കൂടെയുണ്ട്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന കാറ്റാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്, ഹു ആർ യു എന്നൊരു ചോദ്യം ഞങ്ങളുടെ നേരെ വന്നാൽ, എൻ്റെ കർത്താവേ, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന കാറ്റാണ് എന്നുള്ള ഉറപ്പ്, ശരീരം ഞാനിവിടെ ഉപേക്ഷിക്കും എന്നുള്ള ഉറപ്പ് ആയതിനാൽ എന്നെ നയിക്കുന്നത് ദൈവത്തിൻ്റെ കാറ്റാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ്, ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവാണെന്നുള്ള ബോധ്യത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ലോകത്തിൻ്റെതായ ചിന്തകളും ഭാരങ്ങളും പ്രയാസങ്ങളിലുമായി ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ഉള്ളിലേക്ക്, കേൾവിക്കാരായ വ്യക്തികളുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അതിശക്തമായി കടന്നു ചെല്ലുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളങ്ങളെ തുറക്കട്ടെ, അവരുടെ ഭാരങ്ങളെ മാറ്റട്ടെ, പ്രയാസങ്ങളെ മാറ്റട്ടെ എന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.